السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. عن ابن عباس رضي الله عنهما قال: قدم النبي صلى الله عليه وسلم المدينة فوجد اليهود يصومون يوم عاشوراء فسألهم عن ذلك فقالوا: إن هذا اليوم أظهر الله فيه موسى وبني إسرائيل على قوم فرعون فنحن نصومه تعظيما له. فقال النبي صلى الله عليه وسلم: نحن أولى بموسى منكم فأمر بصيامه. സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്നു. ആ സമയത്ത് യഹൂദർ ആശൂറ ദിവസം, മുഹറം 10 ദിവസം നോമ്പനുഷ്ഠിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു ഈ നോമ്പിനെ കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു: ഇന്ന ഹാദൽ യൗമ അൽഹറല്ലാഹു ഫീഹി മൂസ വബനി ഇസ്രായേൽ. ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനും ഇസ്രായേൽ സന്തതികൾക്കും വിജയം നൽകിയ ദിവസമാണ്. അലാ ഖൗമി ഫിർഔനിന്റെ സമൂഹത്തിനെതിരെ ഫിർഔന്റെ അക്രമങ്ങൾക്ക് അറുതി വരുത്തി അവനെ പരാജയപ്പെടുത്തി മൂസ അലൈഹിസ്സലാമിന് വിജയം നൽകിയ ദിവസമാണ് ഇന്നത്തെ ദിവസം, ആശുറ ദിവസം. അതുകൊണ്ട് ഫനഹ്നു നസൂമുഹു തഅളീമൻ ലഹു, ഈ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: നഹ്നു ഔലാ ബി മൂസ മിൻകും ഫഅമറ ബിസൗമിഹി. ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസ നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും അർഹതപ്പെട്ടവർ, ബന്ധമുള്ളവർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. മറ്റൊരു ഹദീസിൽ 9 കൂടി നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. വഫഖനല്ലാഹ്.